പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങിയല്ലേ? അപ്പൊ ഫസ്റ്റ് സ്കിറ്റിലോട്ട് പോയാലോ? മുഖവരോട് ഒന്നും ആവശ്യമില്ല, ട്രിപ്പിൾസ് ആണ് വരാൻ പോകുന്നത്. വിളിക്കട്ടെ. സിൽവർ പഞ്ച് ടീം, സിൽവർ പഞ്ച് ടീം, നമ്മുടെ സെൽവൻ, ശ്യാം ആൻഡ് ശംഭു. നല്ലൊരു കൈ കൊടുക്കാം. മാന്യ പ്രേക്ഷകർക്ക് കേരളമേ ഇനി എങ്ങോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുന്നത് സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവുമായി ഒളിച്ചോടി ഒരു ഓട്ടോയിലിരുന്ന് ലൈവ് വിട്ട് സോഷ്യൽ മീഡിയയെ പിടിവെട്ടിച്ച് അല്ലെങ്കിൽ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ച ആ യുവതിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. വന്ദനം, നമസ്കാരം, ബഹുമാനത്തോടുള്ള സ്നേഹത്തോടുള്ള ഗുരുവന്ദനം. ഈ പ്രാർത്ഥന കേട്ടാൽ പറയുമോ ചേട്ടത്തിയുടെ ഭർത്താവുമായി ഒളിച്ചോടി എന്ന് പറയുമോ? ഇപ്പൊ അതിലെ വിഷമമുണ്ടല്ലേ? അതല്ലേ വിഷമം എങ്ങനെ കടിച്ചമർത്തുന്ന? വിഷമം കടിച്ചമർത്തിയതല്ല, ഇന്ന് ഇവിടുന്ന് സ്റ്റുഡിയോന്ന് കിട്ടിയ പുട്ടും കടലയായിരുന്നു. ആ കടലയ്ക്കകത്ത് മുളകുണ്ടായിരുന്നു, ഭയങ്കര ഏരിയ. അതാ നിങ്ങള് പുട്ടും കടലയും തിന്നാൻ വന്നാണ് ഇവിടെ? അല്ല. വന്ന കാര്യം പറയൂ. എനിക്ക് നീതി വേണം. എന്തിനാണ് നീതി വേണ്ടത്? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നെയും കൊണ്ട് സേലത്ത് കൊണ്ടാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞു. എടാ സേലത്തുള്ള കോല, നീ എന്തിനാ ഈ പെണ്ണും പിള്ള അവിടെ കൊണ്ടാക്കിയിട്ട് നീ മുങ്ങേണ്ട കാര്യം എന്തോന്ന്? നിന്റെ ഭാര്യയുടെ അനിയത്യമായി നീ ഒളിച്ചോടിയിട്ട് നീ ഓൺലൈനിൽ വന്ന് ലൈവ് വിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ ചീറ്റ് ചെയ്യിച്ച് കേരളമേ എങ്ങോട്ടാ? എനിക്ക് ബന്ധത്തിന്റെ കുഴപ്പമായത്. എനിക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, ബന്ധങ്ങൾ അറിയത്തില്ല. അതെ, ബന്ധങ്ങളുടെ വില അറിയണം. കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. നമുക്ക് മുറ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, അത് എനിക്കൊരു അഴുക്ക സ്വഭാവം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. എന്താണ് സ്വഭാവം? ചേച്ചിയുടെ കയ്യിൽ എന്തിരുന്നാലും ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങും. ചേച്ചി ഒരു സാരി വാങ്ങിയാൽ ഞാനത് തട്ടിപ്പിടിച്ച് വാങ്ങും. കയ്യിലൊരു വള കിടന്നാൽ ഞാൻ തട്ടിപ്പിടിച്ച് മാറ്റും. അപ്പൊ ചേച്ചി കല്യാണം കഴിച്ച ഭർത്താവിനെയും തട്ടിപ്പറിച്ചെടുത്ത് അല്ലേ? സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി വന്നിട്ടുണ്ടോ? ഓട്ടോക്കാരൻ വന്നിട്ടുണ്ട്. ആണല്ലേ? അപ്പം കേരള ജനത കാത്തിരുന്ന ആ ഓട്ടോക്കാരൻ ഫ്ലോറിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് സുസ്വാഗതം ചെയ്യാൻ പുള്ളിയെ. ഓരോ നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഞാൻ പുരുഷൻ. നിങ്ങൾക്ക് ആരാണ് ഈ പേരിട്ടത്? എന്റെ അമ്മാവനാണ് എനിക്ക് ഈ പേരിട്ടത്. അമ്മാവൻ എന്നെ ഒന്ന് കാണാൻ പറയണേ. എന്തിനാ സാറേ? തെരണ്ടി വാരി കൊണ്ട് 2 അടി കൊടുക്കാനാണ്. നിങ്ങൾ പുരുഷന്മാർക്ക് യോജിക്കുന്ന പരിപാടിയാണോ നിങ്ങൾ ചെയ്തത്? അല്ല സാറ്, നിങ്ങളെ സ്വന്തം ഭാര്യയുടെ അരിയത്തെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാല്? സാറേ, എനിക്ക് 51 വയസ്സുണ്ട്. അറിയാമോ? എനിക്ക് ഓർമ്മ കിട്ടൂല. എവിടെ സേലത്തുണ്ടെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 19. എത്ര? 19. നിങ്ങൾക്ക് 51 വയസ്സ്. ഒരു 5 കൊല്ലവും കൂടെ കഴിഞ്ഞാൽ കൊട്ടൻ ചുക്ക തൈലത്തിൽ കിടന്ന് ഉരുളേണ്ട മനുഷ്യൻ. ഇയാളുമായിട്ട് നിങ്ങൾ കൊളിച്ചോടിക്ക് എന്ത് ചെയ്യാനാ? അല്ല, എനിക്ക് ചേട്ടനെ ജീവിക്കാൻ പറ്റത്തില്ല, അതാണ്. എനിക്ക് മോളും വേണം. എന്താ? എനിക്ക് രണ്ടുപേരും അങ്ങോട്ട് മോളും ചേട്ടും. കേരള ജനതയ്ക്ക് ഇതെന്താണ് പറ്റിയത്? ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ സുസ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുമ്പോ ക്യാമറ നിർത്തി വെക്കുമ്പോ അതിന്റെ പെട്ടിരുന്നുമ്പ വെക്ക. ഇതൊരു മുറിക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ? മര്യാദക്ക് അടങ്ങിയിരുന്നു. എടുത്തു. ഞങ്ങളുടെ പ്രണയം എങ്ങനെയാണ് ആരംഭിച്ചത്? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തെറ്റല്ല, ചേട്ടന്റെ തെറ്റായിരുന്നു. ഞാനും ചേട്ടത്തിയും ചേട്ടനും കൂടി ആദ്യം ഒരു സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ. അപ്പൊ ചേച്ചിയാണ് നടുക്കിരുന്നത്. അപ്പൊ ചേട്ടൻ അപ്പുറത്തിരുന്ന് എന്റെ തോളിലോട്ട് ഇങ്ങനെ. അയ്യോ, അതല്ല സത്യം. നല്ല സിനിമയാണ്. ഞാൻ സിനിമയിൽ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. നല്ല പടമായിരുന്നു. എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം എന്റെ അടുത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തത് എന്റെ കൈ കിരിത്തോട്ട്. ഞാൻ പിടിച്ചില്ല. ഞാൻ ഗ്ലാസ്സിൽ മാത്രമേ പിടിച്ചോളൂ. സത്യമാണ് സാറേ, ഞാൻ പിടിച്ചിട്ട്. എന്നിട്ട് എന്തോന്ന് ഒരു ദിവസം ഒരു ഉത്സവം ഉണ്ടായിരുന്നു. നാടകം കാണാൻ ചെന്നിരുന്നതും പുറംകാല് കൊണ്ട് എന്തെങ്കിലും ചൊറുണ്ട്. ഇല്ല, നല്ലതാണ്. ഞാൻ കൈയടിച്ചോണ്ടിരിക്കുന്നത്. ഈ സുമ, നിങ്ങളുടെ നാട് എവിടെയാണ്? ഉമ്മന്നൂര്. ഉമ്മന്നൂരുള്ള നാട്ടുകാരുടെ ഉമ്മ മുഴുവൻ നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുത്തേക്കോ ഈ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത്? നിങ്ങൾക്ക് ലോക വിവരം ഇല്ലേ? അയ്യോ, എനിക്ക് ലോക വിവരമൊക്കെ ഉണ്ട്. എന്ത് ലോക വിവരം? ഞാൻ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ട മത്സരത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ കൊച്ചിലെ തുടങ്ങിയ ഓട്ടമാണ്. നിങ്ങൾ ഈ ഓടുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം കേട്ടാ. നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരുന്നു സാറേ? ഞാൻ എല്ലാവരും സഹായിക്കും സാറേ. ഇപ്പൊ മറിഞ്ഞു വീഴുന്ന ആ ഒരു ആളെ ഞാൻ സഹായിക്കും. വെള്ളത്തിൽ വീണ് ചാവാൻ പോണ ഒരാളെ സഹായിക്കും. എല്ലാവരെയും സഹായിക്കും. സഹായിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു ഡിങ്ക സ്വഭാവമാണ് നിങ്ങൾക്ക്. അല്ല സാറേ, സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാറേ? എന്റെ വീട്ടില് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആരുമില്ല.
പെണ്ണുങ്ങളില്ല. പെണ്ണുങ്ങളില്ലേ സാറേ? എന്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ല. അത് എന്റെ അച്ഛനല്ലേ എന്നെ പ്രസവിച്ചത്. എനിക്ക് കവറുവാലാണ് മേടിച്ചു തന്നത്. സാറേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സാർ. എനിക്ക് മൂത്ത 3 ചേട്ടന്മാരുണ്ട് സാറേ. ഓക്കെ, അവരെ കല്യാണം നടന്നില്ല, അതാണ് എന്റെ വിഷമം. അവരെ കല്യാണം നടക്കാതെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ആ വിഷമം മാറ്റാൻ വേണ്ടി നിങ്ങൾ ഓടിയിടുന്ന കല്യാണം കഴിക്കുമല്ലേ അനിയത്തിയും ചേട്ടത്തെയും. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതം തൊലഞ്ഞു പോയതിന് പ്രധാനപ്പെട്ട ആൾക്കാർ എന്റെ അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മേ? എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛനും അമ്മയും കൽക്കട്ടയിലേക്ക് യാത്രയായി. എന്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. യക്ഷി കഥകളും പുരാണങ്ങളും പറഞ്ഞു തന്നെ എന്നെ വളർത്തിയത് എന്റെ അമ്മൂമ്മയാണ്. അവസാനം 10ാം ക്ലാസ് ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ഇടനാടിയിലൂടെ ഓടുന്ന കാര്യം ടീച്ചർ ഇപ്പോഴും ഓർക്കാറുണ്ട്. പഴന്തമിഴ് പാട്ട് പാട്ട് പാടിയത് പറഞ്ഞ പാട്ട് പാടിയത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഈ നാഗവല്ലിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കള്ളം, നോണ, കള്ളക്കഥ ഇവിടെ എടുക്കൂല. സത്യസന്ധമായിട്ടുള്ള എന്ത് കാര്യമുണ്ടോ പറയാം. അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനൊത്തി സുന്ദരനാണല്ലോ. ഞാൻ പറഞ്ഞു കള്ളം ഇവിടെ എടുക്കില്ല, മാത്രമേ എടുക്കൂ ഞാൻ പറഞ്ഞു. അതല്ല സാറേ, എന്റെ മോള് എന്നെ ഇഷ്ടപ്പെട്ട എന്തെന്നറിയാമോ? ഞാൻ നല്ല രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കും എന്റെ മോള്. കഥ പറയും? എന്ത് കഥയാണ് പറഞ്ഞത്? നിങ്ങൾ അവരെ പ്രണയത്തിലേക്ക് വീഴ്ത്തിയ ആ കഥയൊന്ന്. എന്റെ മോളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഞാൻ പറഞ്ഞു. പറയൂ. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു തരം ആഹാരം കൊടുത്തിട്ടില്ല ബ്രിട്ടീഷുകാർ, അറിയാമോ? ഞാനാണോ ആഹാരം എടുത്ത് മാറ്റിയത്? അല്ല പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ചൂടാവുന്നതിന് കഥ പറയും. പക്ഷേ കഥ പറഞ്ഞത് അങ്ങനെ ആഹാരം കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെല്ലാം കൂടെ ചക്ക എടുത്തിട്ട് അതെല്ലാം കൂടെ വേവിച്ച് പുഴുങ്ങി. ഓക്കെ, പുഴുങ്ങി എടുത്ത് ഈ ചക്കയും ചക്കക്കുരും തിന്നാൻ നേരത്താണ് ഈ ബ്രിട്ടീഷുകാർ ഓടി വന്നത്. ഈ ചക്കയും ചക്കക്കുരും തിന്നുന്നതിന് മുമ്പാണ് ട്വിസ്റ്റ്. ചക്കയും ചക്കക്കുരും കഴിക്കുന്നതിന് മുമ്പല്ലല്ലോ ട്വിസ്റ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞല്ലേ ടിസ്റ്റോ ടിസ്റ്റോ ടിസ്റ്റോ. ആ ടിസ്റ്റ് കഥയാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞ തെറ്റ് പുള്ളിയുടെ ഭാഗത്താണ്. ഞാൻ ഈ നയത്തിലൊന്നും ഉള്ള വ്യക്തിയല്ലായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുന്ന ടൈം ഒരു ദിവസം ഞാൻ ഇങ്ങനെ അലമാരയുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പം പുള്ളി വന്ന് എന്റെ ദേഹത്ത് തൊട്ടു. അപ്പം തന്നെ ഞാൻ പുളകിത കുഞ്ച കുടീരപതിയായി. അല്ല, തൊട്ടത് വരെ എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് പറഞ്ഞ എന്തോ സംഭവം പിടി. ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ടിരുന്നപ്പോ പുള്ളി വന്ന് എന്റെ ദേഹത്ത് തൊട്ടു. അപ്പോൾ തന്നെ ഞാൻ പുളകിത കുഞ്ച കുടീരപതിയായി. അല്ല, അത് എന്താ എനിക്ക് മനസ്സിലായില്ല. സാറിന് മനസ്സിലായില്ലേ? ഇല്ല. മോളു എന്നെ തൊട്ടെ. കണ്ണൂസേ, ഇതാണ് പുളകിത കുഞ്ച കുടീരപതി. ഈ കടുക്ക എന്ന് പറയുന്ന ചെറിയ ഒരു കാ കിട്ടും. ഇത് നമ്മള് വെള്ളത്തിലിട്ട് കുടിക്കരുത്. ഇത് നമ്മള് ചമ്മന്തി അരച്ച് കഴിക്കണം. എന്നാലേ നിന്റെ ഈ കുടീര കുഞ്ചപതി മാറും. പഴയ കഥകളൊക്കെ പറഞ്ഞപ്പം നമ്മൾ ഒരുപാട് അടുക്കാനുള്ള കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു വീട്ടില്. അതിന് ചേച്ചിയും ചേട്ടനും ഞാനും കൂടി നമ്മൾ എപ്പോഴും സാറ്റ് കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ സാറ്റ് കളിക്കുമ്പോ ചേച്ചി ആയിരിക്കും എണ്ണുന്നത് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒളിക്കും. അതായത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു നല്ല കാര്യം വ്യക്തമായിരിക്കുകയാണ്. എത്ര വരെ എണ്ണുമായിരുന്നു? സാറേ, അത് ഞാൻ പറഞ്ഞില്ല സാറേ. ഈ ഞാനും എന്റെ പെണ്ണുമായിട്ട് പിണങ്ങാൻ മെയിൻ കാരണം ഇതാണ്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അവർക്ക് 10 വരെ എണ്ണ അറിയാവൂ. ചേട്ടത്തി 10 വരെ എണ്ണിയ സമയത്ത് സേലം പിടിച്ചു രണ്ടുപേരും. അപ്പം 100 വരെ എണ്ണിയിരുന്നെങ്കിൽ ഇന്ത്യ വിട്ടാനെ. സാറ്റുകളെ ശ്രദ്ധിക്കുക. മറ്റെന്തെല്ലാം ഗെയിമുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ കളിക്കാൻ പറ്റിയ? ഓക്കെ, എന്തായാലും നീതിക്ക് വേണ്ടി വന്നേല്ലേ. പഴയ കഥകളൊക്കെ കേട്ടപ്പോ എനിക്ക് ചേട്ടനോട് വീണ്ടും ഭയങ്കര ഒരു സ്നേഹമായി. ഞാൻ ചേട്ടായിന്റെ കൂടെ അങ്ങ് പോട്ടെ സേലത്തോട്ട്. അയ്യോ, അത് പറ്റൂല. എനിക്ക് ഇനി നിന്റെ വീട്ടിൽ പോയി 2 പേരെ കൂടെ എനിക്ക് രക്ഷപ്പെടുത്തണമെന്ന്. അല്ല, അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേരള ജനത നിങ്ങൾക്കൊരു വിവാഹ സമ്മാനം തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കിഴക്കോട്ട് തിരിച്ചു നിന്ന് ചെരുപ്പൂരി ഇടുക. സെൽവൻ, ശ്യാം, ശംഭു, നല്ലൊരു കൈഡി കൊടുക്കാം. കേരളത്തിൽ ഈ അടുത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത. ആ വാർത്ത എടുത്തിട്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ സ്കിറ്റ് നിങ്ങൾ ചെയ്തത്. നമുക്ക് നേരെ കമന്റ്സിലോട്ട് അങ്ങ് പോയാലോ? ബിജുക്കുട്ടാ, നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. 3 പേരും 3 പേരുടെ പാട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓട്ടോറിക്ഷയിൽ മാത്രമേ അവരെ ലൈവ് കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നന്നായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൂരലിനെ അടിക്കണമെന്നൊക്കെ പറയില്ല നമ്മൾ. അതിൻ്റെ ഒരു വലിയൊരു ഭാവം. അടിച്ചല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കേരളമേ ഇത് എങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ സാധനം 2 പ്രാവശ്യം കൂടി ഇടായിരുന്നു തോന്നല്ലേ അത്. അത് നന്നായിട്ടുണ്ട്. ആ കൗണ്ടറുകൾ 2-3 പ്രാവശ്യം വന്നത് നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് നന്നായിരുന്നു. സാധാരണ ലെവലിൽ പോകുന്ന ഒരു ക്ലൈമാക്സ് അല്ലായിരുന്നു. അവസാനം മിണ്ടിയില്ലെങ്കിലും ആ അടിയിൽ നല്ല ഇങ്ങനെ അടിച്ചു നിർത്തുന്ന പോലെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ്. ആദ്യം തുടങ്ങി നല്ല കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത തവണ ഗംഭീരമാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ നല്ല രസമായിട്ട് നല്ല എനർജിയിൽ കളിച്ചു എന്നുള്ളതാണ്.
പിന്നെ ഇതിന് ഞാൻ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു ഉഗ്രം ഗൈഡ് തരികയാണ് സെൽവ. ഉഗ്രം ക്ലൈമാക്സ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന കാര്യം ഇങ്ങനൊരു വിഷയങ്ങൾ നമ്മളിത് നടക്കുമ്പോൾ ഇങ്ങനെ വിഷയങ്ങൾ നമുക്കൊരു സ്കിറ്റിലൂടെ കാണാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം എടുത്ത് നിങ്ങളത് പെർഫോം ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. കാര്യം ഇതിനകത്ത് ഒരുപാട് ഹ്യൂമർ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം ഇതൊരു ആനുകാലിക വിഷയമാണ്. ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് പരിധി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ബാധിക്കാം. പക്ഷേ ഇത് കറക്റ്റ് മീറ്ററിലാണ്. എത്രമാത്രം വൃത്തിയാകുമോ അത്രയും വൃത്തിയായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അടിപൊളി 3 പേരും. സെൽവൻ, ശ്യാം, ശംഭു, നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന സ്കിറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഇതിൽ നിങ്ങൾ പിടിച്ചില്ല എന്നുള്ളതാണ്. കാരണം മിമിക്രി എന്ന് പറയുന്ന ആക്ഷേപഹാസ്യമാണല്ലോ. അത് നമുക്കുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ സമൂഹത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ സാംസ്കാരിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ എവിടെ കാണുന്ന കാര്യങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് അത് അവതരിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് നമ്മൾ മിമിക്രിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു സമയത്ത് മിമിക്രിക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഫ്ലോറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടൻ്റാണ് നിങ്ങൾ ചെയ്തത്. അതിന് ഞാൻ പ്രത്യേക ഒരു ഗൈഡ് തരുന്നു. എനിക്ക് തോന്നുന്നത് സെൽവൻ്റെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളുടെ സ്റ്റൈൽ അത് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും നിൽക്കില്ല സാധനം. കുറച്ച് സീരിയസ് ആയിട്ട് അത് സെൽവൻ്റേതായ ഒരു ശൈലിയിൽ ആ ഒരു മോഡുലേഷൻ കേരളമേ ഇതങ്ങോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ശൈലി അത് പിടിച്ചു. പിന്നെ നിങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ട് നമ്മൾ വിലയിരുത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്ത പോലെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്ത് ഈ സമൂഹത്തിനോട് മലയാളികൾക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങളത് പറഞ്ഞു. നീ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നല്ലൊരു ഗൈഡ് നിങ്ങൾ അർഹിക്കുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, നമുക്ക് മാസ്റ്ററോട്ട് പോയാലോ? ഓക്കെ, ബിജുക്കുട്ട, ഞാനൊരു 15,000 രൂപ തരും. 15,000 രൂപ ബിജുക്കുട്ടൻ തന്ന സ്ഥിതിക്ക് ഞാനും കുറയ്ക്കുന്നില്ല. ഞാനും ഒരു 15,000 രൂപ തരുന്നു. ഇപ്പം തന്നെ 30 ബാക്കി പ്രചോദന കയ്യിൽ. ഞാൻ താമസിക്കുന്നില്ല. തപ്പിച്ചു 60,000 rupees. നല്ല മാർക്സാണ്, നല്ല പോയിന്റാണ്, യാതൊരു സംശയവുമില്ല. എന്തായാലും ഗംഭീരമായിരുന്നു. അടിപൊളി പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ ഇനിയും വരണം. അപ്പൊ നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. സെൽവൻ, ശ്യാം ആൻഡ് ശംഭു, താങ്ക് യു. പ്രചോദേ, യെസ് ബിജുക്കുട്ടാ, ഒരു ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നമുക്ക് ഒരു വൈറൽ താരമുണ്ട്. അടിപൊളി. അപ്പൊ ഇന്ന് വരാൻ പോകുന്നത് ഇതിനോടകം തന്നെ നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ കുഞ്ഞു താരം മാസ്റ്റർ ആദിദേവ്. നല്ലൊരു കൈ കൊടുത്ത് സ്വീകരിക്കാം. ചക്കരേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എവിടെ വീട്? വാരണംകുറിശി. വാരണംകുറിശി എന്ന് പറഞ്ഞാൽ അതെവിടെയാണ് സ്ഥലം? ഷൊർണൂര്. ഷൊർണൂർ, പാലക്കാട് അല്ലേ? ഷൊർണൂര്. എത്രയല്ലേ പഠിക്കുന്നത്? 5ല്. ഓക്കെ. അപ്പം ഞങ്ങള് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, തകർപ്പായിരുന്നു. താങ്ക് യു. മുഖത്ത് എന്തൊരു ക്ഷീണം ഉണ്ടല്ലോ? എന്തെങ്കിലും പനി, അങ്ങനെ ചുമ എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു ചുമയുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും ചുമയൊക്കെ ഉള്ളതാണ്. നമ്മളിവിടെ പൊളിക്കും. നമ്മളിവിടെ താളിക്കുകയാണ്. ഓക്കെ, റാപ്പല്ലേ? വിളിക്കുമല്ലേ? ഇത് ആരാ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്താൽ? ഇത് പാടിയപ്പോ ആരാ പോസ്റ്റ് ഇട്ടെ? എന്റെ ഏട്ടന്റെ കൂട്ടുകാരൻ. ഏട്ടന്റെ? ഇത് ആരുടെ അക്കൗണ്ട്? ഇൻസ്റ്റയിൽ മോന്റെ ആദിദേവിന്റെ അക്കൗണ്ട് തന്നെയാണോ? അല്ല, പിന്നെ എന്റെ ഏട്ടന്റെ കൂട്ടുകാരന്റെ അക്കൗണ്ട് ആണ് അല്ലേ? അപ്പൊ ആദ്യം ഏതാണ്, ഏത് പാട്ടാണ്? റാപ്പ്. പച്ചപരിഷ്കാരി. തകർക്കും. അപ്പൊ ഇനിയിപ്പോ ആദിദേവന്റെ പൊളി നടക്കാൻ പോവാണ്. എല്ലാരും വെയിറ്റ് ചെയ്തു. അപ്പൊ തകർത്തോ? പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുരുഷ മുതലാളി, മദ്യം മദിരാശി, വായെടുത്താൽ വായാളി, വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് സിംഗിൾ റെഡി ടു മിംഗിൾ. ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗിൾ. ഈ പമ്പിളമാരെല്ലാരും നോക്കി വെള്ളം മറക്കണം ഒരട്ട് സിംഗിൾ. അശിങ്കാരി മേളത്തിത്തുള്ളേ അഞ്ചംഗത്തിൽ പല കണ്ണ് നടരാജന് നേത്തി ചപ്പുള്ളത് തഞ്ചാവൂര് മണിക്കക്കല്ല്. ഇമ്പാക്കുന്ന ഗെയിം പച്ച പരിഷ്കാരി ബുദ്ധി തന്നെ. സിമ്പിൾ ആയിട്ട് സുധാരിക്കില്ല ട്രിപ്പാണ് മെയിൻ. 22 കാരറ്റ് ചെയിൻ പീക്കോ ഹെയർ സ്റ്റൈൽ പൂശുമ്പോ പിള്ളേർ ചോദിക്കും എന്താണ് ചേട്ടന്റെ നമ്മള് പള്ളിക്കൂട്ടം തൊട്ട പാട്ട വരമ്പത്ത് പാട്ടും പാട്ടി നടന്നത്ര കാലം ബീറ്റ്
ചക്കരെ പൊളിച്ചടാ, പൊളിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മളെ പാട്ട് പാടിയപ്പോ ഡാൻസ് കളിച്ചത് അബദ്ധമൊന്നുമായി. ഇതിൽ ഇത്രയും നീളത്തി പാടൊന്നും ഞാൻ കരുതിയില്ല. എന്നാൽ അവൻ നിർത്തുന്നുണ്ടോ? അതുമില്ല. ഞാൻ വിചാരിച്ച അവസാനം പിറ നിർത്തും, പിന്നെ അത് വെച്ച് പൊളിക്കുമായിരുന്നു അല്ലേ. അടുത്തത് കൂടെത്തുള്ളി. കൂടത്തുള്ള റെഡിയല്ലേ? ഓക്കെ, തുടങ്ങിക്കോ. ചിന്താ തമിഴെ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം ശ്വാസത്തെ പുറകാൻ ലോകമാട്ടി നാല് ദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട വച്ച് ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ട് ഇവിടെ പ്രാസം ഞാൻ മാറ്റുന്നു മരപ്പച്ച ഭൂവിടങ്ങളിൽ വർണ്ണത്തിൽ നിലയൊത്ത തലപുടങ്ങളിൽ റാപ്പിൽ തെളിയുന്നു സപ്തസ്വരം ഘടഭാവത്തിൽ വിരിയുന്നു നവരസങ്ങൾ സിംഗാർ റൗഷണ ബീഡോപയാൽ കരുണാഭിവർഷം അത്ഭുത ശാന്തം മാസ്യം ഏകാകിയാണേലും കറാശ മുന്നിൽ ദാസ്യം മനസ്സിൽ തളിച്ചാലും തിരുതല് വീക്ഷണ വെള്ളത്തിൽ ആഗ്രഹങ്ങൾ ചെളിയായി ഉള്ള പഞ്ചാരം കൊടി നാട്ടുകൾ നക്ഷത്രം കൽപ്പിടി ചുറ്റിക സംഗീത ലഹരി തട്ടുന്നു നട്ട പട്ടിക വിട്ട പണിച്ചാരം പത്ത് കടി കട്ടില. ചക്കരെ അയ്യോ, 5ാം ക്ലാസ്സിലല്ലേ? 5ാം ക്ലാസ്സിലെ പദ്യമൊക്കെ അറിയാമോ നിനക്ക്? കാലക്ക് ചക്കരെ ഒരു രക്ഷയില്ലായിരുന്നു. തകർത്തു വാരി. ഇതാരാണ് ഇതൊക്കെ പഠിപ്പിക്കുന്ന? ആരാണ്? ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാ. സ്വന്തമായിട്ട് പഠിച്ചത്. എങ്ങനെയാണ് മോൻ ഇതിനോടുള്ള താല്പര്യം? വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ റാപ്പ് പാടാറുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ പാടാറുണ്ടോ? ഇല്ല. അപ്പൊ മോന്റെ കൂടെ ആരാ വന്നിട്ടുള്ളത്? അപ്പം എന്റെ അമ്മ, ആ അച്ഛൻ്റെ അനിയൻ, അച്ഛമ്മ. അപ്പൊ അച്ഛമ്മ, അമ്മ, അനിയൻ, അച്ഛൻ, 4 പേരോട് കയറുക. നമസ്കാരം. ആദിദേവിന്റെ അച്ഛന്റെ പേരെന്താണ്? ഷാജി എന്ത് ചെയ്യുന്നു? പോളിഷിംഗ് വർക്ക്. പോളിഷിംഗ് വർക്ക് അല്ലേ? വുഡ് പോളിഷിംഗ്. ആദിദേവിന്റെ അമ്മയുടെ പേര് അനിത. അച്ഛമ്മയുടെ പേരെന്താ? മീനാക്ഷി. ആദ്യം എങ്ങനെയുണ്ട്? വീട്ടില് പൊളിയാണോ? ഫുൾ ടൈം തകർപ്പാണോ? ഫുൾ ടൈം അങ്ങനെ പാടൊന്നുമില്ല. എന്നാലും കൂടി ഇപ്പൊ കല്യാണത്തിന് ചെന്നപ്പോ അതിന്റെ തലേ ദിവസം പാടണം എന്ന് പറഞ്ഞിട്ട് വല്യച്ഛനോട് പറഞ്ഞു. അവൻ എന്നാ ശരിക്കും പാടിക്കോ. അപ്പൊ അവൻ ഈ ശ്വാസം മുട്ടലിന്റെ മാതിരിക്കേ, അപ്പൊ അത് കാരണം ഇത് ഇങ്ങനെ ശ്വാസം പിടിച്ച് പാടാൻ വെക്കുവോ ചോദിച്ചു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു. എന്നിട്ട് തലേ ദിവസം പാടിയതാ. അടിപൊളി. ആദിദേവിന്റെ അനിയന്റെ പേരെന്താ? മോമോ. മോമോയോ? ആരവോ? ഈ മോമോ എന്ന് ഉദ്ദേശിച്ച പിന്നെ അവൻ ട്രെയിനിന്റെ പേരെന്താ പറഞ്ഞ? മോനെന്താ എത്ര പഠിക്കുന്നത്? LKG. അടിപൊളി. അനിത, ഇത് എങ്ങനെയാണ് ഇവനെ പഠിപ്പിച്ചാണോ? അവൻ വീട്ടില് നല്ല ഈ തരത്തിലുള്ള പാട്ട് തന്നെയാണ് അതിന് നല്ല ഇഷ്ടം. ആണോ? നല്ല പാടും. വീട്ടിൽ പാടുമായിരുന്നു. പിന്നെ ഫോണില് ലിറിക്സ് നോക്കി എഴുതി ബുക്കിൽ എഴുതി വെച്ച് പിന്നെ തറവാക്കിയിട്ടാണ് പാടലുള്ളത്. കല്യാണ വീട്ടിലാണ് ആദ്യം ഫംഗ്ഷനായിട്ട് പാടുന്നത്. ഏതെങ്കിലും റാപ്പ് പാടുന്ന ഗായകന്മാരെ അറിയാമോ? ആരൊക്കെ അറിയാം? വേടൻ. പിന്നെ ആരാണ്? തിരുമാലി. ഇവന് എല്ലാ സപ്പോർട്ടും കൊടുത്തോണം. ഇവൻ പൊളിയാകാൻ പോകുന്ന ആളാണ്. അപ്പൊ എല്ലാ സപ്പോർട്ടും കൊടുത്തു. പക്ഷേ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. വേടന്റെ കാര്യം പറഞ്ഞപ്പം മറ്റേ കടലമ്മ ആ പാട്ട് അറിയാം? പറയാമോ? ശരി. പച്ചർച്ചിനും മണ്ണു വെട്ടാൻ നുണ്ണി കൂട്ടാൻ പറ്റൂല. കൊച്ചുകാലിൽ ചിറ്റാൻ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിയിട്ട് നോക്കിയാ പോലും കിർക്കമാടിക്ക് കിട്ടൂല. പിടിക്കാൻ പറ്റൂല. മച്ചാനെ മറക്കല്ലേ, മനുഷ്യ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ മുന്നല്ലേ, കർണമയനല്ലേ, തർണവർണ്ണ മരമല്ലേ, കളർ വീഴുമ്പ് കരമല്ലേ, ഉയരി തൊട്ട മരമല്ലേ, പോരും ഗുണമല്ലേ. പിടിച്ചാൽ പുലിക്കൊമ്പ് നോക്കി പിടിടാ, അടിച്ചാൽ കാട്ടുപുലി പോലെ അടിടാ, നിനച്ചാ നീ നിനച്ചത് മുടിയാ, ഒരിക്കലും മുന്നും പിഴയ്ക്കാതെ ഗടിടാ. അനിത, ആദിദേവ് ക്ലാസ്സിൽ സ്കൂളിൽ എങ്ങനെയാണ്? ക്ലാസ്സിലെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പഠിക്കും, നല്ല പഠിക്കും. നന്നായിട്ട് പഠിച്ചോളും. വെരി ഗുഡ്. ഒപ്പം ചിത്രം നല്ല വരയ്ക്കും. അതിന് പ്രസന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ട് പാടുന്നത് ഇതിപ്പോ ആദ്യമായിട്ടാണ്. സ്കൂളിലൊന്നും അങ്ങനെ പാടി കേട്ടിട്ടില്ല. ശരി. അപ്പൊ ഈ റാപ്പ് മാത്രമുള്ളത് സാധാരണ പാട്ടുകൾ പാടാറുണ്ടോ? നോർമൽ സാധാരണ പാട്ട് വരികയില്ല. അതൊന്നും പിടിക്കൂല, വേറെ ലെവലാ പിടിക്കുള്ളൂ. ഇതൊക്കെ ജനറേഷൻ മാറി. ഇനി നമ്മള് സാധാരണ പാട്ട് വെച്ചോണ്ടിരുന്ന കാര്യം ഒരു രക്ഷയില്ല. റാപ്പ്. ഓക്കെ. മിമിക്രി കാണിക്കോ? നോ. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു റാപ്പ് കൂടെ ഉണ്ടോ? ഏതെങ്കിലും ഒരു പാട്ട് കൂടെ ഉണ്ടോ? വേടന്റെ പഠിക്കോ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും,
ചെറുഭൂമിയല്ലേ വിതച്ചത് നമുക്ക്, കുച്ചിക്കിറക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറുകൂത്താടും താമര കണക്ക്, ചോറ് പോലെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്, കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് തരങ്ങളിലോ പൂന്തോട്ടം, വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പറലിന് കൂട്ടം, കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കത്തുട്ട്, കുതിര പോലെ പഞ്ഞു വേണ്ടതെല്ലാം ചൊല്ലിക്കെട്ട്, കയറ് വിട്ട കാള ജീവിതമോ ചൊല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്, കുതന്ത്ര മന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്ര മന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്ര മന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്ര മന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളു കള്ളമൊന്നും പറയില്ലടാ. അടിപൊളി. ആദിദേവ ചക്കര നീ തകർത്തു, Thank you. പൊള്ളിച്ചു. അതെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വാടനംകുറിശി GHSS. വാടനാക്കുരിശി GHSS സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹായ്. അതെ. ഈ ചക്കരേനെ നോക്കിക്കോണം, ഇവന് വേണ്ട എല്ലാ പ്രോത്സാഹനവും സ്കൂളും കൊടുക്കുമെന്നറിയാം. മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, ഞങ്ങളും കൂടെ ഉണ്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ ആദിദേവ് ഇനിയും വരണം കേട്ടോ. ഇനിയും ഗംഭീര റാപ്പുകളൊക്കെ പഠിച്ചുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് പോരണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുകയും ചെയ്തോണം. ഓക്കെ, അപ്പൊ ഷാജി, അനിത, അമ്മ, എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. മക്കൾ രണ്ടുപേരും ഗംഭീരമായിട്ട് വരട്ടെ കേട്ടോ. വന്നതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. പ്രചോദയ ബിജുക്കുട്ടാ, അടുത്ത ടീമിനെ വിളിച്ചാലോ? സുഭാഷൻ ടീമാണ് വരാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം റിജി തിരുവല്ല, പ്രജിത്ത് ആൻഡ് വിഷ്ണു. നല്ലൊരു കൈഡേ. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. അത് ഇന്ന് അങ്ങ് സാധിച്ചു. ഇന്ന് എൻ്റെ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് എൻ്റെ പെണ്ണുമ്പളെ എഴുന്നേപ്പിച്ച് പണിക്ക് വിടാൻ. അല്ലാതെ ഈ വീട് വെച്ച കടവൊക്കെ ആര് വീട്ടുമെന്ന് പറഞ്ഞാ? അയ്യോ, നിങ്ങളെല്ലാവരും നേരത്തെ വന്നായിരുന്നോ? അറിയാവോ, എൻ്റെ മോടെ കൂട്ടുകാരാ. അതെ, റിസപ്ഷനൊക്കെ അങ്ങ് വൈകിട്ടാ, രാവിലെയാ പാലുകാച്ച്. അപ്പൊ പാലുകാച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പൊക്കോണം കേട്ടോ. ആ, നിനക്കൊന്നും മുണ്ടിയാലല്ലടാ, മുണ്ടിയാലല്ലാന്ന ഞാനല്ലേടാ ചോദിക്കുന്നത്. അയ്യോ, ഞങ്ങളുടെ അളിയനാ, ഇച്ചിരി മറവി കുറവുള്ള പണ്ടങ്ങാണ്ട് സൈക്കിളിൽ നിന്ന് വീണതാ. എന്തുവാടാ നിനക്ക് മുണ്ടിയാല്? മുണ്ടാതില്ലടാ നിനക്ക്, നിന്നെ നാക്കന്നെ ഇറങ്ങിപ്പോയടാ. അല്ലെ എന്തോ അളിയാണ് ബഹളം? അവൻ എപ്പോഴാ വന്നെന്ന് ഞാൻ പോയി ചോദിച്ചിട്ട് അവൻ ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന്. മുഖം തരാതെ മാറി നിൽക്കാൻ ഞാൻ ചെവുക്കല് നിർത്തി ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ആണ്ട നിൽക്കുന്നവൻ. അയ്യോ, നോക്കൂത്തിയുടെ തല അടിച്ച് പൊട്ടിച്ചിട്ട് വന്ന് നിൽക്കുന്നേ. അത് നോക്കൂത്തിയായിരുന്നു. ആ, അയ്യോടാ. അളിയൻ ഇന്നലെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് നോക്കൂത്തിയാണെന്ന്. അളിയൻ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ മറന്നുപോയെന്ന്. ആണോ? ആ, ഇപ്പൊ എവിടെ പോവാ? ഞാൻ കടയിലോട്ട് പോണു. കൊള്ള, രാവിലെ ഒന്ന് കടയിൽ പോയാ 5 കിലോ അലുവ മേടിക്കാൻ പറഞ്ഞിട്ട് 5 കിലോ ഉലുവ മേടിച്ചോണ്ട് വന്ന മനുഷ്യനാ. പോട്ടെ. എങ്ങോട്ട് പോവാ? ഇനി എനിക്ക് വിശക്കത്തില്ലടാ. അയ്യോടാ, പോടാ. എന്താ പണിയാ മേശ്ശേരി കാണിക്കുന്നത്? എന്തോ പണി കാണിച്ച്? ഞാനല്ലേ വീട് പണിഞ്ഞ മേശ്ശേരി. വീട് പണിഞ്ഞ മേശ്ശേരി എന്നല്ല, വീട്ടുകാരനിട്ട് പണിഞ്ഞ മേശ്ശേരി എന്ന് പറ. ആ, എന്റെ മേശ്ശേരി ഈ വീട് പണിയാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാന്നറിയാവോ? പഞ്ചായത്തിൽ കയറി ഇറങ്ങിയാൽ എന്തോരം നടന്നാന്നറിയാവോ? ആകപ്പാടെ 3 ഗഡുവാ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത്. ഈ 3 ലഡുവും കൊണ്ട് എന്തോ കാണിക്കാനാ? മിനിമം ഒരു 300 ലഡുവെങ്കിലും കിട്ടിയാലേ ഈ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത് പറ്റിച്ചു വിടണം. ഞാനിത് ആരോടാ പറയുന്നത്? ആ ബേക്കറിലെ രാജുവിനോട് പറഞ്ഞാൽ മതി, അവനാകുമ്പോ വീട്ടിൽ കൊണ്ടു തരും. എന്തുവാ ലഡു? എന്താ അങ്ങോട്ട് നോക്കിയേ, വീടിന് നല്ലൊരു ചരിവുണ്ട് കേട്ടോ. ചരിവോ? നല്ല പോലെ ചരിവുണ്ട് വീടിന്. അത് ഞാനിപ്പൊ റെഡിയാക്കി തരാം. ആ, റെഡിയാക്കി തരണം, അല്ലെ ആൾക്കാർ വരുമ്പോ ഞാൻ സമാധാനം പറയേണ്ടി വരും. ആഹാ, എന്റെ പണിയാണ് കുറ്റം പറയുന്നത്. ഞാനിപ്പൊ റെഡിയാക്കി തരാം. റെഡിയാക്കി തന്നെ നോക്കത്തുള്ളൂ. നോക്കി, ഇതാണ് അങ്ങോട്ട് നോക്കി. അവിടേക്ക് നേരെ നോക്കിയേ. ആ, ഇപ്പൊ ശകലം നേരെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ നേരെ നോക്കിയേ. ആ, ഇപ്പൊ ഇച്ചിരി നേരെ ആയിട്ടുണ്ട്. ഇപ്പോഴോ? ആ, ഇപ്പോഴാ നേരെ ആയത്. ആദ്യം നിങ്ങൾ നേരെ എന്നിട്ട് പിന്നെ വീട് റെഡിയാക്കുന്ന കാര്യം പറ. അതുമല്ല, പിന്നെ അണ്ണോ, നീ വന്നേ. നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന ആള് ദൂടെ പോകുന്നണ്ണ. അങ്ങോട്ട് കയറി പോകുന്നണ്ണ. അതെ,
ഞങ്ങളുടെ അളിയനാ, മൂത്തളിയനാ. മൂത്തളിയനാണ്. ആ, രാവിലെ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് വെളിയിലോട്ട് പോയതാ. പുള്ളി കാപ്പി കുടിച്ച കാര്യം മറന്നുപോയി. മറവി ഉണ്ടെന്ന്. ആണോ? ഞാൻ കുഴപ്പമില്ല. അളിയോ, അത് കൊള്ളാം. എന്താ അവിടെ പോയിരിക്കുന്നത്? ഡോക്ടറെ കാണാൻ വന്നാ. അളിയ നമ്മുടെ വീട്ടിലെ പാലുകാച്ചിന് വന്നല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. അതാ പറഞ്ഞു നീ കേറി വാ. ഒന്ന് പറയണ്ട, വായം പൊളിച്ചിരിക്കണോ? ഓർമ്മക്കുറവുണ്ടേ, അതുകൊണ്ടാ. ആണോ? അതാ. ആഹാ, അത് കൊള്ളാം. നീ വന്നേ. എന്താ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ നോക്കി. അതെന്നാ വർത്താനാണ്? അതല്ലെന്ന് ഞാൻ ചിലപ്പോ എന്നെ അവിടെ മറന്നു വെക്കുവന്ന്. ഓ അങ്ങനെ. അളിയ എന്ത് പളി ഇത് കൊണ്ടുവന്നേക്കുന്നത്? അളിയാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അളിയ ഇന്നെന്റെ ബർത്ത്ഡേ അല്ല, ഇല്ലേ? നമ്മുടെ വീടിന്റെ പാലുകാച്ചല്ലയോ? ആണോ? ആ. എന്നാ ഹാപ്പി പാല് കാച്ചലുടെ. ഇത്രയും മറവിയുള്ള ആൾ ഈ സാധനമൊക്കെ കൊണ്ടുവന്നോ? അതാ ഞാനും എന്തോ പറയുവാന്ന് അന്നേരം. അയ്യോ, ഒന്ന് അഴിച്ചു നോക്കി. നോക്കട്ടെ. ആ നോക്ക്. ഇത് എന്തൊരു കട്ടാളിയാ കെട്ടി വെച്ചേക്കുന്നത്, അഴിക്കാനും പറ്റുന്നില്ലല്ലോ. അളിയൻ കൊണ്ടുവന്ന സമ്മാനമല്ലേ? അയ്യോ, ഇതെന്താ അളിയ റീത്തോ? അളിയ നീ റീത്ത് വെച്ച് അവിടെ പോവാ. അല്ല, അളിയനല്ലേ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനോ? ആ, ഞാനാണോ കൊണ്ടുവന്നത്? പിന്നല്ലാതെ. എന്റെ ദൈവമേ, പിന്നെ മറന്നു. എന്റെ കൂട്ടുകാരൻ വീടിനടുത്തുള്ളവൻ ശശി കഴിഞ്ഞ ആഴ്ച മരിച്ചതാ. അവന് കൊടുക്കാൻ വേണ്ടി മേടിച്ച റീത്തായിരുന്നു. ആണോ? ഷോ, ഇനിയിപ്പൊ അവൻ എന്നാ വിചാരിക്കുമെന്നുള്ള. ആര്? മരിച്ചുപോയ ശശിയെ. ഇതാരാന്ന് പറഞ്ഞേ? ഞങ്ങളുടെ മൂത്തളി. ഇത് ഇച്ചിരി മൂത്ത കളിയനാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? ആ, അളി ഇതാരെന്ന് മനസ്സിലായോ? ആരാ അത്? 25 ലക്ഷം രൂപ എനിക്ക് തേച്ചിട്ട് പോയ ആളെ എന്നെ. അല്ല, 25 ലക്ഷം രൂപ വീട് തേച്ച് തീർന്നപ്പോഴെന്ന് പറയുമായിരുന്നു. ആണോ? ഈ വീട് വെച്ചേനെ ആ. എന്തേലും ലോണോ മറ്റോ കാര്യങ്ങളുണ്ടോ? പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയൊന്നും തികഞ്ഞില്ല അളിയാ. ആണോ? പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ഞാനാ പണി തീർത്ത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാ ഒന്ന് സമാധാനമായ. എന്നാ നിനക്ക് ഈ സമാധാനത്തിൽ ഇതിനകത്ത് കടത്തുറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തപ്പോ ഉള്ള ഒരു സമാധാനം. അളിയാ, ഈ പുള്ളി കല്യാണമൊക്കെ കഴിച്ചാണ്. പിന്നെ പുള്ളി കല്യാണം കഴിച്ചോ? ഞാൻ കല്യാണം കഴിച്ചാണ്. എനിക്ക് എത്ര പിള്ളേരായിരുന്നു? അയ്യോ, ഉണ്ടോ? അതുപോലും പറഞ്ഞു. 2 പിള്ളേര്. 2 പിള്ളേരും ഒരു തള്ളയും. ഞങ്ങൾ എന്നും തിരുവനന്തപുരത്ത് ബസ്സിൽ പോയപ്പോഴേ ബസ്സിനകത്ത് ഞാൻ ഇവരെ വെച്ച് മറന്നുപോയി. ശരിക്കും പുള്ളി മറന്നതല്ല, പിന്നെ അവര് പുള്ളിയെ കളഞ്ഞിട്ട് പോയതാ. ആണോ? ട്യൂബ് ഒന്നും അങ്ങനല്ല കെട്ടുന്നത്, ഞാൻ വന്ന് കെട്ടിത്തരാം കേട്ടോ. കറക്റ്റായിട്ട് വെക്കണ്ടാ അതൊക്കെ. ഹലോ, ഓ, എന്ത് ചെയ്യുന്നു? ബാങ്ക് മാനേജരാ. ആണോ? എടാ മേശരിയാണ്. ബാങ്ക് മാനേജർ മുഴക്കൊല്ലും തേപ്പുകാരൻ്റെ ഒക്കെ വരുവോ? മേസ്തിരിയാണോ? ഞാൻ ഈ വീട് പണിഞ്ഞ മേശരിയാണെന്ന്. അതാ. എവിടാ പണി എന്തായിരുന്നു? ഞാനോ? ഈ വെങ്കടേശന്റെ പണിയായിരുന്നു. വെങ്കടേശന്റെ പണി? അപ്പൊ തമിഴ്നാട്ടുകാരുടെ കൂടാന്നോ? അല്ലല്ലേ, മലയാളികളുടെ കൂടെ. അതെന്നാ പണിയത്? അതാ നമ്മുടെ ഈ ജനൽ വെക്കത്തില്ലേ, ജനലിന്റെ മേളിൽ നമ്മൾ കാറ്റ് കയറാൻ വേണ്ടി വെങ്കടേശൻ വെക്കുമല്ലോ. എടാ അത് വെന്റിലേഷൻ. അവിടെ വല കെട്ടുന്ന പരിപാടിയായിരുന്നു എനിക്ക്. വല കെട്ടാൻ നീ ആര് എട്ടുകാരിയോ? ഇല്ലേ? ഇതുപോലൊക്കെ ഒരു വീട് വെക്കട്ടെ. ഞാനൊരു വീട് വെച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് കയറി താമസിക്കാനുള്ളൊരു ഭാഗ്യമില്ലാതായി. അതിനാ പറഞ്ഞ എന്നെ പോലുള്ള മേശരിമാരെ വിളിച്ച് ചെയ്യായിരുന്നെങ്കിൽ അതിനകത്ത് കിടക്കാമായിരുന്നല്ലോ. അതുകൊണ്ടല്ല, പിന്നെന്താ ഈ വീട് എവിടെ പണിതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയല്ലോ. അതാ. അതെ മേശരി കഴിക്കുന്ന ആളാണോ? അത് കൊള്ളാം. ഒരു മേശരിയാന്ന് പറഞ്ഞ എന്റെ അടുത്ത് അങ്ങനൊക്കെ ചോദിക്കണം. ഒരുപാട് വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്റെ അടുത്ത് ആരും ഇതുപോലെ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഞാൻ മേടിച്ച് കഴിക്കത്തുള്ളൂ. ഞാൻ ആരുടെ ഓശാരത്തിൽ കഴിക്കാറില്ല കേട്ടോ. ഉണ്ടോ സാധനം? കഴിക്കോ? എന്നാ താണ്ടെ അവിടെ ചൂട് ഉപ്പുമാവ് ഇരിപ്പുണ്ട്, പോയി കഴിച്ചേച്ചും പെട്ടെന്ന്. അത് കൊള്ളാം. ഇവിടെ കാര്യം ഒന്നും പറയണ്ട അളിയ, ഒന്നും പറയണ്ട. അവിടെ കാര്യം എന്താ പ്രശ്നം? എല്ലാത്തിനും എന്റെ കൈ എത്തണമെന്ന് പറഞ്ഞാലേ. ആണോ? എന്നാ പിന്നെ അവിടെ വെച്ചിട്ട് വരാൻ മേലായിരുന്നു. എന്തുവാ കയ്യേ? അതാകുമ്പോ ഓടി നടക്കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. എന്തിനാ പോകുന്നത് ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ഇവിടെ പാലുകാച്ചിന്റെ ചടങ്ങുകൾ എനിക്ക് ഇതിനെ കുറിച്ച് കാര്യമൊന്നും അറിയത്തില്ല. മേശിരി ഇവിടെ എന്നാ പറ്റത്തുള്ളൂ. അയ്യോ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. പറ്റത്തില്ലെന്ന്. എന്നാ പിന്നെ മേശരി 500 രൂപ എനിക്കോ? 500 രൂപ? അയ്യോ, 500 രൂപ ഇല്ല. അതുകൊണ്ടാ പറഞ്ഞ എനിക്ക് പോയേ പറ്റത്തുള്ളൂ പറഞ്ഞു. ഒരു മിനിറ്റ് അളിയാ, ഒരു 500 രൂപ എന്റെ 500 രൂപ ഇതെന്റെ അല്ല, വേറെ ആരുടെയോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചിറങ്ങി അന്നേരെ തരുവോ? പിന്നെ തരാണെങ്കിൽ എന്തോ പറ്റിക്കല്ലേ? എന്നാ മേശരി 500 ഓക്കെ അല്ലേ? അപ്പൊ എന്റെ മേടിച്ച 500 പൈസയുടെ കാര്യത്തിൽ ഒരു മറവില്ലല്ലോ. ഇല്ല. അളിയന് മനസ്സിലായില്ല. അപ്പൊ ഇല്ല, അതാണ് അളിയൊരു സംഭവം മനസ്സിലായില്ല. അളിയന് ഞാൻ എത്ര അത് മേടിച്ചേ? 500. 500 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ കണക്ക് തീർന്നല്ലോ. ഇനി കുഴപ്പമില്ലല്ലോ. ഓക്കെ, എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്റെ 500 അളിയാ,
അളിയന് ഞാൻ മുമ്പ് ഒരു 500 രൂപ മേടിച്ചില്ലായിരുന്നോ? ആ. അത് ഞാൻ തിരിച്ചു തന്നില്ലായിരുന്നോ? തന്നായിരുന്നു. തന്നല്ലോ. ആ. കണക്ക് തീർത്തായിരുന്നല്ലോ. തീർന്നു. ഇപ്പൊ എന്റെ ഒരു 500 മേടിച്ചില്ലയോ? ആ അതിങ്ങ് തിരിച്ചാ മനസ്സിലായോ? ആ ഇപ്പഴാ മനസ്സിലായേ. അല്ലേ എന്റെ 500 രൂപ പോയേനെ. ആ ആരംഭിക്കണ്ടേ? പിന്നെ ഇറങ്ങാൻ അറിയിപ്പിക്കണം. ഗണപതി ഹോമയ്ക്ക് തന്നെയുള്ള പൂജ സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് ഗണപതി ഹോമത്തിന്റെ എല്ലാ സാധനവും ഞാൻ അകത്ത് റെഡിയാക്കി എല്ലാം റെഡിയാക്കി കൊണ്ടുപോവാ. പിന്നെ താക്കോല് താക്കോല് കഥ കിടപ്പുണ്ട്. കേൾക്കാം. നോക്കിയേ. അയ്യോ താക്കോലില്ല. താക്കോലില്ലേ? താക്കോൽ അതെ കാണുന്നില്ലല്ലോ. താക്കോല് എന്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അളിയനുണ്ടോ? പിന്നെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. കണ്ടോ, വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടല്ലോ താക്കോൽ എടുത്ത്. അപ്പൊ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. അല്ല വേറൊരു വിഷയമുണ്ട്. എന്താണ്? അമ്മായിമ്മ വന്നിട്ടുണ്ട്. അമ്മായിമ്മ ഇപ്പൊ വിഷയം അതല്ലെന്ന്, അമ്മായിമ്മയ്ക്ക് പാല് കാച്ചണമെന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ അമ്മയും ഫോൺ വിളിച്ച് പറഞ്ഞു, മോനെ ഞാനാ പാല് കാച്ചുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവളും പറഞ്ഞു അവക്കും പാല് കാച്ചു. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നു പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 പേരോട് നിർത്തി നമുക്ക് കാര്യങ്ങൾ നടത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തോളാം. താക്കോല് മേടിരി. അളിയാ ആ താക്കോലിങ് എന്താ നമുക്ക് പാല് വെച്ചായിരുന്നു. താക്കോല് എന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ താക്കോല് നമുക്ക് തുറക്കാം. എന്റെ ഉണ്ടെന്നേ. ഉണ്ടെന്ന് പറഞ്ഞ അളിയന്റെ കൈ വെച്ചിട്ട് കാര്യമുണ്ട്. നമുക്ക് അത് തുറന്നിട്ട് വേണ്ട പാല് കാച്ചി നടത്താൻ. അതല്ല, ഇത് എവിടെ വെച്ചേക്കണം എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്ന് പറഞ്ഞാലെങ്ങനാ അളിയനിപ്പോ എന്തോ പാല് കാച്ചിയാ പോരെ? എനിക്ക് പാല് കാച്ചിയാ മതി. ഒരു കാര്യം ഒരു 3 ഇഷ്ടിക കല്ലിന് എടുത്തോണ്ട് പോയി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കലത്തിനകത്ത് ചായ തിളപ്പിക്കാം. ഇത്രയും കാശ് കൊടുക്കി ഞാൻ വീടുണ്ടാക്കി വെച്ച് വെളി വെച്ച് പാല് കാച്ചാലോ? ഒറ്റ കീറുണ്ടല്ലോ ഞാൻ. എന്നെ എങ്ങനെ അടിച്ചാലുണ്ടല്ലോ. എന്നെ അടിച്ചാൽ അടിക്കടാ ഇവനെ. അവരെ കൊണ്ടെന്നെ തല്ലിച്ചത്. പിന്നെ ഞാൻ ചിലപ്പോ തല്ലാൻ മറന്നുപോയാലോ. വിഷ്ണു, റജി ആൻഡ് പ്രജിത്ത്, നല്ലൊരു ഗൈഡ് കൊടുക്കാം. നമുക്ക് മനസ്സിലോട്ട് പോകാലോ. പറഞ്ഞോതെ. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഉഗ്രനായിട്ട് ചെയ്തു നോക്കി. സത്യം പറഞ്ഞാൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളെക്കാൾ ടെൻഷൻ ഞങ്ങൾക്ക് 3 പേർക്കുമാണ്. വേറെ കൊണ്ടല്ല, നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കഴിഞ്ഞ സ്കിറ്റ് കളിക്കുമ്പോൾ. നിങ്ങളെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നൊരു വലിയ കാര്യം. ആ ഇഷ്ടം പ്രേക്ഷകർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ള കാര്യം ആദ്യം അങ്ങ് പറയുകയാണ് കേട്ടോ. ആ ഒരു ഇഷ്ടമാണ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുന്നതും. പക്ഷേ ഇന്നത്തെ ഒരു സംഭവത്തിൽ വന്നപ്പം റജി ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തു. റജിയുടെ അസലായിട്ട് തോന്നുന്നു. കാര്യം തുടക്കം മുതൽ വന്നു, അവിടെ ഒരാൾക്ക് ഡിഡിയെ കൊടുത്തതിന് വന്നതിന് ശേഷം റജിയുടെ ക്യാരക്ടർ വന്നു. വിഷ്ണു കാര്യങ്ങളിൽ നിന്ന് വീടിനെക്കുറിച്ചെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം റജി അവിട്ട് പോയി. റജി നേരെ പ്രജിത്തിൻ്റെ ഉണ്ട്. പ്രജിത്ത് നല്ല രസമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഷാജൻ പറയുന്ന പോലെ പ്രജിത്തിൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്താലും അതിനൊരു മീറ്ററുണ്ട്. അത് നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്. കാര്യം എല്ലാത്തിനും ഒരു കൗതുകമുണ്ട് പ്രജിത്തിന്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു നോട്ടവും എക്സ്പ്രഷനൊക്കെ ഭയങ്കര രസമാണ്. വിഷ്ണുവിന് വളരെ കൂളാണ്. കാര്യം എന്ത് പ്രശ്നം വളരെ കൂളായി ഹാൻഡിൽ ചെയ്ത് പോകുന്നതാണ്. എനിക്ക് തോന്നുന്ന ക്ലൈമാക്സിലേക്ക് വന്ന ഒരു സാധനം അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു എന്ന് തോന്നുന്നു അല്ലേ? ക്ലൈമാക്സിൻ്റെ സംഭവം ഇത് തന്നെ ആയിരുന്നോ ക്ലൈമാക്സ് പറഞ്ഞു വെച്ചത്, അതോ ആയിരുന്നല്ലേ? അതിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു മീറ്ററിൻ്റെ എന്തോ ഒരു വ്യത്യാസം വന്നു. നല്ല ആ സാധനം നല്ല കൈഡ് കിട്ടേണ്ട കാര്യമായിരുന്നു. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുക. നല്ല സ്കിറ്റുകൾ കണ്ടെത്തി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കയറുമ്പോൾ നമ്മൾക്ക് ഒരു വിഷമമാണ്. കാരണം നിങ്ങളെന്ന് മാത്രമല്ല, ആര് താന്ന് കളിച്ചാലും നമുക്കൊരു വിഷമമാണ്. കാരണം നമുക്ക് ചിരിക്കാനും നമ്മൾ ടി വി കാണുന്നവർക്ക് പ്രേക്ഷകർക്കും ചിരിക്കാനും ഇവിടെ ഉള്ളവർക്കൊക്കെ ചിരിച്ചാലല്ലേ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ലോ ലെവലിൽ കാണുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു വിഷമമുണ്ട്. കാരണം ഈ 2-3 പ്രാവശ്യമായിട്ട് നിങ്ങൾ എന്താണ് നല്ല ആർട്ടിസ്റ്റുകളാണ്, പക്ഷേ നിങ്ങൾ 2 സ്കിറ്റുകളും താന്ന് പോയിരുന്നു. പക്ഷെ അത് എപ്പിസോഡിലൊക്കെ വന്നപ്പോൾ ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം വരുന്നു. കാരണം ഇവിടെ താന്ന് കളിച്ചപ്പോൾ. പക്ഷേ ഇത് ഞങ്ങൾ 3 പേരും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അടിപൊളിയാണ്. കാരണം ഞങ്ങളെ മാത്രം നോക്കണ്ട, ഓഡിയൻസൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റജി പൂണ്ട് വിളയാടി. ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പൂണ്ടങ്ങ് വിളയാടാമായിരുന്നു അല്ലേ? നല്ലൊരു സാധനമാണ് കയ്യിൽ കിട്ടിയേക്കണം. കാരണം മറവി എന്നുള്ളൊരു സാധനം വെച്ചിട്ട് പരമാവധി സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. പറഞ്ഞിട്ട് എവിടെയോ ചെറിയൊരു കൺഫ്യൂഷൻ കിടക്കുന്നതുകൊണ്ടാണ് ചില സാധനങ്ങൾ മങ്ങിപ്പോയത്. ശരിക്കും 3 പേരും ആറാടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, സ്കിറ്റുകൾ കൊണ്ടുവരിക, ഇതുപോലെ പൂണ്ട് വിളയാടുക കേട്ടോ. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. വിഷ്ണു, റജി, പ്രജിത്തെ, നല്ല സ്കിറ്റായിരുന്നു. നല്ലൊരു ഗൈഡ് നമുക്ക് കൊടുക്കാം. റജിയുടെ നിപ്പ് കണ്ടാൽ എന്തോ കേസിന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് നിർത്തിയേക്കുന്നതല്ല. ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചെറിയ ചില
സ്ലിപ്പുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു റെജിയുടെ ഫസ്റ്റ് അവിടെ നിന്നുള്ള എൻട്രി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് ഇവിടെ നിന്നുള്ളൊരു എൻട്രിയിൽ റെജിയുടെ ക്യാരക്ടർ പിടിച്ചു തുടങ്ങിയാൽ മതി എന്ന് എനിക്കൊരു പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായമാണ്. കാര്യം അതില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് ആ മറ്റേ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ നോക്കൂത്തിയുടെ വിറ്റ് മാത്രം അതിനകത്ത് വന്നു. അതിലും നല്ലത് വിഷ്ണുവിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് നേരെ നമ്മുടെ പ്രയത്ത് വരുന്നു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളി എന്താ ഇവിടെ വന്നിരിക്കുന്നു, പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാലോ മറവിയായിരുന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് വരുന്നു. അങ്ങനെ അങ്ങ് പോയാലും മതി. മറ്റത് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. എന്നാലും ഇതിനൊരു മൊത്തത്തിൽ ഒരു മീറ്റർ ഒന്നുകൂടെ കുറച്ചുകൂടെ നന്നായെന്ന് തോന്നി. പ്രയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രയത്ത് രസമായിരുന്നു. പ്രയത്ത് എന്നും നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഭാഗങ്ങളും വിഷ്ണു രസമായിട്ട് ചെയ്തു. കംപ്ലീറ്റ് ഓടുന്നതൊക്കെ ചെയ്തു. റെജി സൂപ്പറായിരുന്നു. റെജി കേട്ടോ, സൂപ്പറായിരുന്നു. റെജി നന്നായിട്ട് ചെയ്തു. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പം ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് പോയാലോ? പ്രജോത്, ഞാൻ ഒരു 15 മാർക്ക്. 15,000 രൂപ പ്രജോത് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും കുറയ്ക്കുന്നില്ല. ഞാനൊരു 18,000 രൂപ വരുന്നു. ഓക്കെ, ഇപ്പൊ തന്നെ 33,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ബിജുക്കുട്ടന്റെ കയ്യിലാണ്. 50,000 rupees. അടിപൊളി, നല്ല മാർക്സ് ആണ്. അതായത് നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ ഇവിടെ പൈസ തരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ ഇനിയും വരണം. അപ്പം നല്ലൊരു കൈ കൊടുക്കാൻ നമ്മുടെ വിഷ്ണു, റെജി ആൻഡ് പ്രജിത്ത്. താങ്ക് യു. ബിജുക്കുട്ടാ, പറഞ്ഞോതെ അടുത്ത ടീമിനെ വിളിച്ചാലോ? നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിലെ AAA ആണ് വരാൻ പോകുന്നത്. വിളിച്ചാലോ? വിളിക്കാം. അനിരുദ്ധ്, ആര്യ ആൻഡ് ആരാധ്യ. നല്ലൊരു കൈഡി. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ആകൂ, നാം കോപിതരാണ്. എന്താ മനുഷ്യ? ഒരു മിനിയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്താ മനുഷ്യ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആശ്രമത്തിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു. അതിനാൽ നാം ഈ കാട്ടിൽ നിന്നും നാട്ടിൽ പോയി വണ്ടി വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഈ ആശ്രമം മാറ്റത്തിന്റെ കാര്യം? ഇവിടെ 2 നളിനികൾ വേണ്ടെന്ന് കരുതി. 2 നളിനിയോ? അതെ. നിന്റെ പേരെന്താണ്? നളിനി. എന്റെ പേരെന്താണ്? നളിനി രാജൻ മുനി. ഇതാണ് പ്രശ്നം. എന്റെ പൊന്നി ബിജുക്കുട്ടൻ ചേട്ടാ, ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ബിജുക്കുട്ടൻ. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്തുവാ? സുബിത. സുബിത. ചേട്ടൻ അറിയപ്പെടുന്നത് സുബിത ബിജുക്കുട്ടൻ എന്നാണോ? അല്ല 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 അല്ലല്ലോ. അല്ല. പക്ഷെ ചേട്ടന്റെ ഭാര്യ അറിയപ്പെടുന്നത് ബിജുക്കുട്ടൻ സുബിത എന്നല്ലേ? ആണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഞാൻ അറിയപ്പെടുന്നത് നളിനി രാജൻ മുനി എന്നാണ്. ചിലര് നളിനി മുനി എന്ന് വിളിക്കും. അതിപ്പോ ഭയങ്കര പ്രശ്നമാണേ. അതുകൊണ്ട് ഞാൻ ഈ കാട്ടിൽ നിന്ന് പോവാൻ തീരുമാനിച്ചു. നിങ്ങൾ അങ്ങ് ഒറ്റക്ക് പോയാ മതി. ഇതൊക്കെ ഒരു കാരണമാണോ? നീ തന്നെ ഇത് ചോദിക്കണോടി. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് സംസാരിക്കാനുള്ള കാരണം ആ പാവം ചെറുക്കൻ ഇന്നലെ നടന്ന് പെടാപ്പാട് വിട്ടത് നീ കണ്ടതല്ലയോ? നീ തന്നെ എന്നോട് ചോദിക്കണം ഇതൊക്കെ ഒരു കാരണമാണോന്ന്. നിനക്കിത് കാരണമായിരിക്കത്തില്ല, പക്ഷെ എനിക്കിത് കാരണമാണടി. മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എവിടെയാലും പോവാന്ന് വിചാരിച്ച അപ്പ നാട്ടുകാർ പറയും നളിനി രാജൻ പോകുന്നു, നളിനി രാജൻ പോകുന്നു. എന്തൊരു കഷ്ടമായത്. അതൊക്കെ പോട്ടെന്ന് വിചാരിക്കാം. ഈ കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളും വരെ എന്നെ ഇപ്പൊ നളിനി എന്ന് വിളിക്കാൻ തുടങ്ങിയെന്ന്. എന്തായാലും ഞാൻ വരുന്നില്ല. ഇവിടെ അമ്മാമുനി ഒറ്റക്ക, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന്. നിന്റെ ഈ അമ്മാവനാണ് എല്ലാത്തിനും കാരണം. അങ്ങനെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കണത്. എന്റെ അമ്മാവനുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. വല്ലവരും കളഞ്ഞിട്ട് പോയി ഇങ്ങനെ എടുത്ത് വളർത്തിയതും പോരായിട്ട് നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചു തന്നില്ല മനുഷ്യ. ആദ്യം പറഞ്ഞ കാര്യം, അതായത് എന്നെ എടുത്തു വളർത്തിയ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് തീരാത്ത കടപ്പാടുണ്ട്. പക്ഷേ അതിനും കൂടെ കൂട്ടി 2ാമത് പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ എനിക്ക് തന്നു. അതെന്ത് കാര്യോ? നിന്നെപ്പോലൊരുത്തിയ എന്റെ തലയെ കെട്ടിവെച്ചു തന്ന കാര്യം. എനിക്കെന്ത് കുറവുള്ള മനുഷ്യ? കുറവൊന്നുമില്ല, കൂടുതലേ ഉള്ളു. എന്ത്? എന്നെക്കാട്ടിന് 4 വയസ്സ് കൂടുതലുള്ള മുതലായി നിൽക്കുന്നേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരുന്നില്ല. എന്റെ ഈ ആശ്രമം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനെയാണെ അങ്ങനെ ആവട്ടെ.
സ്വന്തമായിട്ട് കുതിരയില്ലാത്തതുകൊണ്ട് കുതിരയുടെ ആക്ഷൻ കാണിച്ചു വരുന്നത് കണ്ടു. അയ്യോ, കുതിരയുടെ ആക്ഷൻ കാണിച്ചു വന്നതൊന്നല്ല. കാലിൽ നിറയെ ആണിയാ, നിലത്തൂത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഇങ്ങനെ വന്നത്. അയ്യോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇത്രയും വലിയ ജഗളം നടന്നിട്ട് അമ്മാവൻ ഇത് എവിടെയായിരുന്നു? നാം ആ കാട്ടിൽ ഒറ്റയ്ക്ക് യാഗത്തിന് പോയതായിരുന്നു. അമ്മാവ് ഒറ്റയ്ക്ക് യാഗത്തിന് പോകുന്നുണ്ട്. അപ്പുറത്ത് മുനി അമ്മാവിന് തരാൻ പറഞ്ഞു. എന്താ ഇത്? അമ്മാവൻ ഈ കൊച്ചു എളുപ്പം കാലത്ത് ഒറ്റയ്ക്ക് യാഗത്തിന് പോകുമല്ലോ, അതുകൊണ്ട് പുള്ളിക്ക് അതുവഴി നടന്നു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ അപേക്ഷ കൊണ്ട് പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് മാമൻ യാഗം നടത്താനുള്ള സ്ഥലം ഇവിടെ പണിതു തരും. ഇതൊക്കെ നാം പരിഹരിച്ചോളാം. അല്ല, ഇവിടെ ഇപ്പൊ എന്താണ് കുഴപ്പം? എനിക്ക് നളിനി രാജൻ എന്ന പേര് കേട്ട് ഞാൻ മടുത്തു. ഞാൻ സാധാരണ ഭർത്താവിന്റെ പേരല്ലേ ആദ്യം പറഞ്ഞത്, ഇവിടെ നേരെ തിരിച്ച ഭാര്യയുടെ പേരാണ് ആദ്യം വന്നത്. ഇതൊക്കെ ഒരു കുഴപ്പാണോ? നീ എന്നെ കണ്ടുപടി. എന്നെ അറിയപ്പെടുന്നത് എന്താ? നാരായണി ഭാർഗവൻ മുനി എന്നല്ലേ? അമ്മാവൻ അതൊരു പ്രശ്നമല്ല, മനസ്സിലായോ? ഈ വളിച്ച തലയെ വെച്ചോണ്ടിരിക്കുന്ന അമ്മാവൻ അതൊക്കെ എന്ത് പ്രശ്നം? പക്ഷെ എനിക്ക് അങ്ങനല്ല. എന്റെ ഭാര്യയുടെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക അമ്മാവ. എന്റെ ഭാര്യ മരിച്ചിട്ട് ഞാൻ ഇതുവരെ വേറൊരു പെണ്ണിനെ കെട്ടിയിട്ടില്ല, അറിയാവോ? കേട്ടാത്തോന്നും വീടിന്റെ മുന്നിൽ പെണ്ണുങ്ങളൊന്ന് ക്യൂ നിന്നൊന്ന്. ആദ്യത്തെ ഭാര്യ ആറ്റി തള്ളിയിട്ട് കൊന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേറെ പെണ്ണ് കിട്ടാത്തത്, അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്. ആ ദുഃഖം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പൊന്ന് ഷാജോ മുനിച്ചേട്ടാ, നിങ്ങൾ ഇത് കേക്കണം. ഷാജോ മുനിച്ചേട്ടനോ? എടീ, ഇത് കാടല്ലേ, ഇവിടെ വരുന്നവരെയൊക്കെ മുനി ചേർത്തേ പറയാവൂ. ഞാനൊരു യാഗത്തിന് പോകാത്തവനാണോ? അല്ല. ഞാൻ അധ്വാനിക്കാത്തവനാണോ? അല്ല. പിന്നെ എന്തിനെല്ലാരും എന്നെ ഇങ്ങനെ നളിനി രാജൻ എന്ന് വിളിച്ചോണ്ടിരിക്കണത്? മോനെ നളിനി അല്ല, രാജൻ മുനി. നിനക്കറിയോ എന്നറിയത്തില്ല, പണ്ട് ആരോരുമില്ലാതെ ഈ പുഴയിൽ ഒരു പാളയിൽ ഒരു ചേരക്കുഞ്ഞൊഴുകി വന്നു. ചോരക്കുഞ്ഞൊഴുകി വന്നു. അതിനടുത്ത് ഇത്രയും ഞാൻ വളർത്തിയിട്ട് ഇപ്പൊ അതിനോട് തറുതല പറയുന്നു. അന്ന് ഒഴുകി വന്ന സമയത്ത് ഒരു കമ്പെടുത്ത് കിണ്ടിക്കളഞ്ഞായിരുന്നു, ഞാൻ ഏതായാലും അറബിക്കടലിൽ പോയി ജീവിച്ചേന്. ഇതിനെക്കാട്ടും നല്ലതാണല്ലോ. എടാ, ഇപ്പൊ നിനക്ക് അമ്മാവനെന്ന് വിളിക്കാൻ ഞാനെങ്കിലും ഉണ്ട്. നീ അറബിക്കടലിലായിരുന്നെങ്കിലേ നീ സ്രാവിന് അമ്മാവനെന്ന് വിളിക്കുമായിരുന്നോടാ. ആധാർ കാർഡിന് പോലും വേണ്ടാത്ത ഈ തലയും വെച്ചോണ്ട് ഇമാതിരി സാധനം അടിക്കരുത്, മനസ്സിലായോ? ഇങ്ങനെ നേരായ വലിയ മുനിയായതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആരോരുമില്ലാത്ത നിന്നെ 4 നേരം ഭക്ഷണം തന്നിട്ട് തീറ്റിപ്പോറ്റി വളർത്തിയില്ലേ, എന്നിട്ട് അതിന്റെ ഒരു നന്ദിയെങ്കിലും ഉണ്ടോടാ? 4 നേരം ഭക്ഷണം തന്ന് തീറ്റിപ്പോറ്റിയെന്ന് 2 വർഷം മുമ്പേ നിങ്ങൾ എന്നെ കാണണമായിരുന്നു. പൊക്കിളുക ഇവിടെ ഒട്ടിയായിരുന്നു. അമ്മാരിയാണ് ഇങ്ങനെ പട്ടിണി കിട്ടുക, അറിയാവോ? എടാ ധിക്കാരി, നിന്നെ ഞാൻ ശപിക്കും. നിങ്ങൾ എന്നെ വലിക്കും. ഞാൻ ഏതായാലും ഇവിടെ ഒന്ന് പോവുക. നീ വരുന്നുണ്ടേ വാ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോവുകയാണ്. ആദ്യം മുളക്കെട്ടിലെടുത്ത് വണ്ടി കയറ്റാം. ഏത് മുളക്കെട്ടില്? അത് അമ്മാവ നിലത്ത് കിടക്കുന്നു വിറച്ചിട്ട് അപ്പൊ പഞ്ചായത്തുകാരത് കണ്ട് അത് അങ്ങ് കൊടുത്ത്. അതാണ്. അല്ല, അതിന് നിങ്ങൾ എങ്ങനെയാവുക? എന്നാ പിന്നെ അകത്ത് കിടക്കുന്ന അലമാര എടുത്ത് വണ്ടി കയറ്റാം. ഏത് അലമാര? അത് എന്നെ കെട്ടിയതിൽ എന്റെ മൂത്ത അമ്മാവൻ തന്നതാ. അതെങ്ങനെ നിങ്ങളെ ആവുക? അതും എന്റെ കയ്യിലല്ലേ. എന്നാ പിന്നെ സിറ്റ് കൂട്ടി കിടക്കുന്ന 2 ഇരിപ്പഴം എടുത്ത് വണ്ടി കയറ്റാലോ. അത് ശനിയാഴ്ചക്കാരൻ മുനിയുടെ കയ്യിൽ നിന്ന് തവണയ്ക്ക് മേടിച്ചിട്ടതാ. അതും നിങ്ങളുടെ അല്ല. അപ്പൊ പിന്നെ നാം ഇനി വീട്ടിൽ സ്വന്തമായി ഒന്നും തന്നെ ഇല്ലല്ലേ? ഉണ്ട്, അകത്തിരിക്കുന്ന പ്ലേറ്റ്. അത് വേണമെങ്കിൽ എടുത്തോണ്ടങ്ങ് പൊക്കോ. ഇനി എന്തോ എടുത്ത് വണ്ടി കയറ്റാനാ? വണ്ടി കയറ്റാനൊന്നും ഇല്ലല്ലേ? എന്നാ പിന്നെ നിങ്ങൾ 2 പേരും കൊണ്ടൊരു കാര്യം ചെയ്യും. നിങ്ങൾ 2 പേരും എങ്ങനെയാലും എന്നെ എടുത്താ വണ്ടിയിലൊന്ന് കയറ്റി ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി രക്ഷപ്പെട്ടോളാം. അത് വേണോ നളിനി? ഓ, അനിരുദ്ധ്, ആര്യ, ആരാധ്യ, നളിനി രാജനും ടീമിനും നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നേരെ അങ്ങ് കമന്റ്സിലോട്ട് പോയാലോ? പ്രചോദേ, ആദ്യം കൈയ്യടി തരണം നിങ്ങളുടെ കോസ്റ്റ്യൂംസിനും മേക്കപ്പിനും നല്ല കൈയ്യടി തരാം. നല്ല രസമായിട്ട് ചെയ്തു. നിങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്തു. പരീക്ഷ കഴിഞ്ഞോ അതോ പരീക്ഷ ഇനി എഴുതാൻ പോകുന്നു? പരീക്ഷ നടക്കാൻ പോകുന്നുള്ളൂ. പഠിച്ചോ? കാര്യങ്ങളൊക്കെ പഠിച്ചോ? സമയം കിട്ടുന്നുണ്ടല്ലേ? എന്തായാലും കൊള്ളാം. ഇത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഹ്യൂമർ ഇത്തിരി കുറവായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം നമുക്ക് ചിരിക്കാനുള്ളൊരു വകകൾ നിങ്ങൾക്ക് തോന്നിയില്ലേ? അത് ചെയ്ത് വന്നപ്പോൾ തോന്നിയില്ല? അതായത് കുറച്ച് സാധനങ്ങൾ നമുക്ക് അവിടെ ഒരു സാധനം നല്ലതായിരുന്നു കേട്ടോ. ആധാർ കാർഡിന് പോകാൻ പോലും വേണ്ടാത്ത മറ്റേ അനിരുദ്ധ് പറഞ്ഞൊരു ഹ്യൂമർ നല്ല സാധനമായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് ഹ്യൂമർ കുറവ് പോലെ തോന്നി. പക്ഷേ നിങ്ങൾ പെർഫോമൻസ് ബേസിലൊക്കെ പഠിച്ചു വെച്ച സാധനം നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹ്യൂമറൊക്കെ വരുത്തി ചെയ്യണം. കാര്യം ഇതിന് മത്സരമായതുകൊണ്ടാണ് നമുക്ക് ചിരിയാണ് ഇമ്പോർട്ടൻസ് തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ഹ്യൂമറുള്ള ഒരു സബ്ജക്റ്റ് കൂടെ കൊണ്ടുവരണം. നന്നായിട്ട് ഹ്യൂമർ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. 3 താങ്ക് യു ബ്രദർ. ബിജുക്കുട്ടൻ, ഈ പറഞ്ഞ പോലെ നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ.
എല്ലാവരുടെയും മേക്കപ്പും അതുപോലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങൾ അതേപോലെയൊക്കെ തന്നെ പ്രകടനം കാഴ്ചവെച്ച് ഈ പറഞ്ഞ പോലെ തമാശകൾ വളരെ കുറവായിരുന്നു. പഠിച്ചു വെച്ച സാധനങ്ങൾ കറക്റ്റ് ഒന്നും വിടാതെ, അക്ഷരം പോലും വിടാതെ, നല്ല എന്താണ് പടപടേന്ന് ഒരു ഡൗട്ടില്ലാതെ നിങ്ങൾ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് അർത്ഥം എന്ന് പറഞ്ഞാൽ തമാശകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള, മറന്നുപോയതല്ല തമാശ പറയാൻ, തമാശ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ അവതരണം ഒരു രക്ഷയില്ല, നല്ല കിടുവായിരുന്നു കേട്ടോ. 3 പേരും എടുത്തു പറയേണ്ട കാര്യമാണ്, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ വെച്ച് തോന്നിയൊരു കാര്യം, അനിരുദ്ധ് ഈ താടി വെച്ചതിൽ എന്തെങ്കിലും ഒരു ഫ്ലെക്സിബിലിറ്റി കുറവ് ഉണ്ടോ? ഒട്ടിച്ചത് കൊണ്ട് അത് ഇവിടെ മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം തുറക്കാൻ ഇത്തിരി പക്ഷെ എല്ലാ ഡയലോഗുകളും നമുക്ക് എലിജിബിൾ ആയിരുന്നു, നന്നായിട്ട് പറയുകയും ചെയ്ത്. എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി. അപ്പൊ അതിന് കാണുന്ന ഒരാൾക്ക് ഇവിടെ മനസ്സിലാവും. അതെ 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 അതെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒട്ടും മോശമല്ലാത്ത ടീമല്ലേ, ഇതും നല്ല മോശമല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ അവതരിപ്പിച്ച്. ശരിക്കും പറഞ്ഞാൽ വലിയ ബാലെ ടീമിന്റെ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ നാടകമൊക്കെ, വലിയ നാടകങ്ങളൊക്കെ കാണൂലേ, അതിന്റെ മേക്കപ്പിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള വലിയ മുടിയൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമുള്ള സംഭവം. അതുപോലെ തന്നെ നിങ്ങൾ അഭിനയിക്കുകയും ചെയ്തു. തമാശകളുടെ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, അത് നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാന്നുള്ളൂ. ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം പൊളിച്ചെടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അനിരുദ്ധ്, ആര്യ, ആരാധ്യ, നന്നായിരുന്നു. കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അനിരുദ്ധ മോനെ, നിന്റെ വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഇല്ല, കുഴപ്പമില്ല. സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു? ചെറുതായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ട്. പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലില്ല. പക്ഷെ ഇത് ആശയം നല്ലതായിരുന്നു കേട്ടോ. നളിനി രാജൻ, ഭർത്താവിന് ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നതിൻ്റെ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു തോട്ട് നല്ലതായിരുന്നു. പക്ഷെ അതിലേക്ക് കൂടുതൽ തമാശകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അനിരുദ്ധിന്റെ ഡാൻസിനെ കുറിച്ച് പറയണം. അവൻ നന്നായിട്ട് ഡാൻസ് പഠിച്ചിട്ടുള്ളതല്ലേ? ക്ലാസിക്കൽ ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല, ഞാൻ യൂട്യൂബ് നോക്കിയൊരു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിരുന്നു. 5.6 എമ്മോ 7 എമ്മോ എന്തോ പോയി. വെരി ഗുഡ്. അപ്പൊ നല്ലൊരു കൈഡി കൊടുക്കാം. ഫസ്റ്റ് ഡാൻസ് കാലക്കനായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം ഗംഭീര പൊട്ടിച്ചിരികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് പോയാലോ? ആദ്യം ബിജുക്കുട്ടൻ തന്നെ. ഞാനൊരു 5000 രൂപ. 5000 രൂപ ബിജുക്കുട്ടൻ തന്നെ തന്നു. പ്രജോദ്? ഞാനും 5000 രൂപ. ഇപ്പൊ തന്നെ 10000 ആയി. ബാക്കി ഞാൻ തരുന്നു. അവിടെ ഉണ്ട് 20,000. വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്, പ്രശ്നമില്ല. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. അനിരുദ്ധ്, ആര്യ ആൻഡ് ആരാധ്യ, താങ്ക് യു. പ്രജോദ, ബിജുക്കുട്ട, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഗംഭീര പൊട്ടിച്ചിരികളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് നൈറ്റ്.